28 ഇയേഴ്സ് ലേറ്ററിൻ്റെ ബോൺ ടെമ്പിൾ എന്ന് പറഞ്ഞ പടം കണ്ടു. ഇത് ആക്ച്വലി 2 ദിവസം മുമ്പേ കണ്ടതാണ്. ഇറങ്ങിയ ദിവസം തന്നെ വെള്ളിയാഴ്ച. കണ്ടത് കുറേ കഷ്ടപ്പെട്ടിട്ടാണെന്ന് പറയാം. ഈ ആളില്ലാത്തത് കൊണ്ട് ഷോ ക്യാൻസൽ ചെയ്യാം. അങ്ങനെ ഒരു ലിറ്ററലി 4 പേര് വെച്ചിട്ടാണ് ഈ സ്ക്രീനിൽ കണ്ടത്. എന്തോ ഭാഗ്യത്തിന് ഓടിച്ചു. ഒരു 10 പേരൊന്നും ഇല്ലെങ്കിൽ മിനിമം ഇപ്പോൾ തൊട്ട് തിയേറ്ററിൽ ഷോ ഇടാറില്ല. ഈ മിക്ക നല്ല പടങ്ങളുടെ അവസ്ഥ ഇതാണ്. ഈ പടം കണ്ടു കഴിഞ്ഞപ്പോഴും ഇത് നല്ല പടമാണ്. എന്നിട്ട് ഇതിന് ആളില്ല എന്നുള്ളൊരവസ്ഥ എനിക്ക് തോന്നി. ഈ സിനിമ ഡയറക്റ്റായിട്ട് നമ്മൾ 28 ഇയേഴ്സ് ലേറ്റർ എന്ന് പറഞ്ഞ കഴിഞ്ഞ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സിനിമയുടെ ഒരു സീക്വലാണ്. ഡയറക്റ്റ് സീക്വലാണ്. ഇതൊരു ബാക്ക് ടു ബാക്ക് ആയിട്ട് ഷൂട്ട് ചെയ്ത പടമാണ്. അന്നേ ഞാൻ പറഞ്ഞിരുന്നു ഈ സിനിമ ഒരു 6 മാസമൊന്നും ഗ്യാപ്പ് വന്നിട്ടില്ല. അതിന് മുമ്പ് തന്നെ ഇവർ ഇറക്കിയിട്ടുണ്ട്. സാധാരണ ചില പടങ്ങളൊക്കെ ഒരു 1 2 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ ഇറക്കുമ്പോൾ ഇത് ഈ ഒരു സെറ്റപ്പ് എനിക്കിഷ്ടമായി. ഈ ഒരു ബാക്ക് ടു ബാക്ക് ആയിട്ട് ഷൂട്ട് ചെയ്ത് അപ്പം തന്നെ അവർക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്നൊരു സെറ്റപ്പ്. ആൻഡ് ഈ സിനിമ എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. ഫസ്റ്റ് പടത്തിനേക്കാളും എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ടേക്കാണ്. ആൻഡ് അതേപോലെ തന്നെ സ്ലോ പേസിലാണ് ഈ ഒരു പടം പോകുന്നത്. കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് പാർട്ടിനേക്കാളും കൂടുതൽ സ്ലോ പേസിലാണ്. പക്ഷേ ഈ സിനിമ ഭയങ്കര എൻഗേജിങ് ആണ്. ഈ സിനിമ ഭയങ്കര ക്യാപ്റ്റിവേറ്റിംഗ് ആണെന്ന് പറയാം. അങ്ങനെ നിങ്ങൾ പിടിച്ചിരിക്കും. ആ രീതിക്ക് ഇതിൻ്റെ സ്റ്റോറി ലൈൻ വളരെ ലീനിയർ ആണ്, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. നമ്മൾ കഴിഞ്ഞ പടത്തിൽ കണ്ടിട്ടുള്ള ആ ഒരു ചെറിയ പയ്യൻ, ആ ഒരു അവസാനം സിനിമ കഴിഞ്ഞ് തീരുമ്പോൾ ആ ഒരു സൈക്കോട്ടിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൻ്റെ കയ്യിൽ പോയി പെടുന്നു. അവരെന്താണ് അല്ലെങ്കിൽ അവരുടെ സ്റ്റോറി ലൈൻ എന്താണെന്ന് ഒരു സൈഡിൽ കൂടെ കാണിച്ചു തരും. അറ്റ് ദ സെയിം ടൈം മറ്റേ ഡോക്ടർ കെൽസൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോൺ ടെമ്പിളിൽ നടുക്കുള്ള ഒരു ക്യാരക്ടറില്ലേ, ആ ഒരു ക്യാരക്ടറും ആൽഫയും ആ ഒരു സോംബി, ആ ഒരു റേജ് വൈറസ് വന്നിട്ടുള്ള ആ ഒരു മെയിൻ സോംബി സെറ്റപ്പ് ആയിട്ടുള്ള ആ ഒരു ആൽഫ, അത് തമ്മിലുള്ള ഇൻട്രാക്ഷനും ഇത് രണ്ടുമാണ് പാരലി കാണിക്കുന്നത്. ലിറ്ററലി വേറൊന്നുമില്ല. ആ ഒരു വേൾഡ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഒക്കെ നമ്മൾ കഴിഞ്ഞ പടത്തിൽ കണ്ടെങ്കിലും കഴിഞ്ഞ പടം കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള കുറച്ച് എലമെൻസും കുറച്ച് സോംബി അറ്റാക്കൊക്കെ ഉണ്ടെങ്കിലും ഇതിലെന്ന് പറഞ്ഞാൽ ഈ പിള്ളേർ ഈ സൈക്കോട്ടിക് ആയിട്ടുള്ള ഒരു സാത്താനിക് ഗ്രൂപ്പ്സാണ് ഇവർ ഈ സോംബീനൊക്കെ ഒരുമാതിരി അപമാനിച്ച് വിട്ടു. നമ്മൾ ഈ തെരുവ് നായനൊക്കെ കല്ലെടുത്ത് ഓടിക്കില്ല, അതുപോലെയാണ് ഒരു സോംബി ഒരു വരുന്ന വഴിക്ക് കണ്ട ഒരൊറ്റ വീശ് അവരെങ്ങനെ സിമ്പിളായിട്ടൊക്കെ അതിനെ കൊല്ലും. സോ ആ രീതിയിൽ ഒരു സോംബി പടമാണെന്നുള്ളൊരു കാര്യം നമ്മൾ സിനിമ തുടങ്ങിയ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ മറന്നു. ലിറ്ററലി സോംബിക്കൊന്നൊരു വിലയില്ല. ഈ ഒരു ആൽഫ മാത്രമായിരിക്കും നമ്മളിങ്ങനെ നോക്കി നിൽക്കുക. ബാക്കി സോംബീസൊക്കെ ലിറ്ററലി ഒരു കോമഡി പീസ് ആക്കിയിട്ടുണ്ട് ഒരു പടത്തിൽ. പക്ഷേ സിനിമയുടെ മെയിൻ ഇൻറ്റൻഷൻ അതാണ്. ഇത് ഫിലിം ഈസ് എൻറ്റയർലി നോട്ട് അബൌട്ട് സോംബി, ഇറ്റ്സ് അബൌട്ട് ഹ്യൂമാനിറ്റി. അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും കൂടുതൽ ഡീപ്പറായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ സിനിമയിൽ ചർച്ച ചെയ്ത് പോകുന്നു. സോ ഒരു നോർമൽ സോംബി പടം എന്ന രീതിയിൽ ഒരിക്കലും ഈ സിനിമ അപ്രോച്ച് ചെയ്യരുത്. നമ്മൾ കഴിഞ്ഞ പടം കണ്ടവർക്കറിയാം. അതിൽ പക്ഷേ ഞാനീ പറഞ്ഞ പോലെ അതിലിപ്പോൾ ആ ഒരു ആൽഫ അവരെ ഓടിക്കുന്നൊരു സീനുണ്ടായിരുന്നു. ആ ഒരു വെള്ളത്തിന് നടുക്ക് കൂടെ നമ്മുടെ ആരോൺ ടൈലർ ജോൺസണും ഈ ചെറിയ പയ്യനും കൂടി അവരുടെ വീട്ടിലേക്ക് ഓടുന്ന വഴി ആ ഒരു ടൈഡ് വരുന്ന സമയത്ത് ഹൈ ടൈഡ് ലോ ടൈഡ് മാറിയിട്ട് വരുന്ന സമയത്ത് ഈ സാധനം ബാക്കിൽ ഓടി വരുന്ന സീനൊക്കെ അടിപൊളിയായിരുന്നു. സോ അങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള യാതൊന്നുമില്ല. അതായത് ഒരു ഹാർട്ട് പമ്പിങ് ആയിട്ടുള്ള നമുക്കൊരു അഡ്രിനലിൻ റഷ് വരുന്നു, നമ്മളൊന്ന് പിടിച്ചിരുന്നോ ആയിട്ടുള്ള ഒരു സീൻ പോലും ഈ സിനിമയിലില്ലെങ്കിലും ദിസ് ഫിലിം ഈസ് തറോലി എൻഗേജിങ്. അതെങ്ങനെ ഒരു ചെയ്തു എന്നുള്ളത് ഇറ്റ്സ് എ മാജിക്. കാരണം ഭയങ്കര സ്ലോ പേസാണെന്ന് പറഞ്ഞാൽ അത്ര സ്ലോ പേസിലാണ്. പക്ഷേ സിനിമ ഒരിക്കലും നമ്മുടെ കൈവിട്ട് പോവില്ല, ഒരിക്കലും നമുക്ക് ഉറക്കം വരില്ല, ഒരിക്കലും നമുക്ക് ബോറടിക്കില്ല, നമ്മൾ ഫോൺ എടുക്കുമെന്ന് തോന്നില്ല. സിനിമയുടെ നറേറ്റീവ് അങ്ങനെയാണ്. വെറും ലിറ്ററലി അറൗണ്ട് ഒരു 5 ക്യാരക്ടേഴ്സ് അത്ര ഉണ്ടാവുള്ളൂ സിനിമയിൽ ആകെ. ഈ ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ഇത്ര വലിയ വേൾഡിൽ ലിറ്ററലി ഒരു 5 ക്യാരക്ടേഴ്സ് അവരെ വെച്ചിട്ട് ഇങ്ങനെ റിവോൾവ് ചെയ്ത് നല്ല എൻഗേജിങ് ആയിട്ട് മാറി പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഡോക്ടർ കെൽസൺ എന്ന് പറയുന്ന നമ്മുടെ റാഫ് ഫൈൻസിൻ്റെ ആ ഒരു ആൽഫ എന്ന് പറയുന്ന അവരുടെ ഇൻട്രാക്ഷൻ, അവർക്ക് എന്താവാടുത്ത് ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കാണാം. ഇത് എങ്ങോട്ടാണ് ഇതിൻ്റെ പോക്കുന്നത് ഏകദേശം നമുക്ക് മനസ്സിലാവും. പക്ഷേ അതിലേക്കുള്ള ആ ഒരു പോക്ക് ഭയങ്കര എൻഗേജിങ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഒരു പക്ഷേ കണ്ട എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു പക്ഷേ ഒന്ന് കണ്ടു നോക്കുക, നല്ല രസമുണ്ട്. കാരണം നന്നായിട്ട് തന്നെ ഇത് മേക്ക് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് റൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഈ പറയുന്ന പോലെ ചില സീനുകളിലൊന്നുമില്ല, ചിലപ്പോൾ വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് മാത്രമായിരിക്കും. പക്ഷേ അതിൻ്റേതായ ഒരു നറേറ്റീവ് ഉണ്ട്, അതിൻ്റേതായ ഒരു കഥ പറച്ചിൽ ശൈലിയുണ്ട്. റാഫേൽസിൻ്റെ പെർഫോമൻസ് ഈസ് സോ ഗുഡ്. എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മെയിൻലി 2 പേരുടെയാണ്. ഒന്ന് റാഫേൽസിൻ്റെ, പിന്നെ ആ ഒരു സാത്താനിക് ഗ്രൂപ്പിലെ മെയിൻ ഹെഡായിട്ടുള്ള ആ ഒരു ചങ്ങായിയുടെ. അവർ 2 പേരും കിടന്ന് പൊളിച്ചിട്ടുണ്ട്. ഇവർ 2 പേരും തമ്മിലുള്ള ചില സീക്വൻസുകളൊക്കെ ഉണ്ട്, 1-on-1 ആയിട്ടുള്ള ഓരോ സീക്വൻസുകളൊക്കെ ഉണ്ട്. അത് അവർ തമ്മിലുള്ള കോൺവെർസേഷൻ അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഐഡിയോളജി ഉണ്ടല്ലോ, അതിൻ്റെ സെറ്റപ്പാണ്. ഇത്രയും വർഷം കഴിഞ്ഞു, ഇതൊന്നും അറിയാത്തൊരു ഗ്രൂപ്പും ഇതെല്ലാം അറിഞ്ഞിട്ട് വന്നിട്ടുള്ളൊരു ഡോക്ടറും തമ്മിലുള്ള ആ ഒരു ടെൻഷൻ ക്രിയേറ്റിംഗ് മൊമെൻറ്റ്സ് ഒക്കെയാണ് ഇതിൽ പറഞ്ഞു പോകുന്നത്. പക്ഷേ അതെല്ലാം ഡയലോഗ്സിൽ കൂടെ ആയിരിക്കും. നമുക്ക് ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുക ഡയലോഗ്സിൽ കൂടെ മാത്രമായിരിക്കും. അത് നല്ല വൃത്തിക്ക് ഇവർക്ക് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. സോ ഇത്തരത്തിൽ എനിക്ക് പേഴ്സണലി ഞാൻ റാഫേൽസിൻ്റെ അവസാനത്തെ ഒരു ഡാൻസ് ഒക്കെ ഉണ്ട്, അപ്പോൾ ഈ പ്രായത്തിൽ ഇമ്മാരൊരു സാധനമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അതൊരു ടുവേർഡ്സ് ക്ലൈമാക്സിലുള്ള ഒരു സാധനമാണ്. പക്ഷേ സിനിമയുടെ ആ ഒരു തീം ഉണ്ടല്ലോ, അതിനോട് ഭയങ്കര അധികം യോജിച്ച് നിൽക്കുന്ന കുറേ സാധനങ്ങളാണ് ഇവർ
ടുവേർഡ്സ് ക്ലൈമാക്സ് ഒക്കെ പറഞ്ഞു പോകും. സോ ഒരു നറേറ്റീവ് ഇങ്ങനെ പോയി സ്റ്റാർട്ട് ടു എൻഡ് സിനിമയിൽ എങ്ങോട്ടും വേറെ എങ്ങോട്ടും പോയില്ല. സിനിമ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് തുടക്കത്തിൽ തന്നെ അവിടേക്ക് സിനിമ കൊണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് ഒരു വലിയൊരു ക്യാമിയോ എന്നല്ല, ഇറ്റ്സ് നോട്ട് എ ലിറ്ററലി ഒരു വലിയൊരു സർപ്രൈസ് ഉണ്ട്. അത് ആക്ച്വലി സർപ്രൈസ് ഒന്നും ആയിരിക്കില്ല. ഈ സിനിമ ഈ ഫസ്റ്റ് പാർട്ട് ഇറങ്ങുമ്പോൾ തന്നെ കുറേ പേര് വിചാരിച്ച സാധനമായിരിക്കും, നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവും. ലിറ്ററലി അതുകൂടെ സംഭവിക്കുന്നുണ്ട്. സോ ഇവിടെ തീർന്നു എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിച്ചത്. ഈ 28 ഇയേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഫ്രാഞ്ചൈസ് തന്നെ ഇവിടെ നിർന്നു എന്നാണ് ഞാൻ പേഴ്സണലി ഈ സിനിമ കാണുന്നതിന് മുമ്പ് വിചാരിച്ചത്. പക്ഷേ അവർ അവസാനത്തെ ഒരു എൻ ക്രെഡിറ്റ് അല്ല, ഈ സിനിമയിൽ തന്നെയുള്ളൊരു സാധനമാണ്. അതിൽ കൂടെ അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ സിനിമയോട് കഴിഞ്ഞിട്ടില്ല, ഇനി തേർഡ് പാർട്ട് വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു ആക്ച്വലി ഞാൻ കേട്ടത് ഇത് കഴിഞ്ഞ് ഇനിയൊരു ട്രിലോജി തന്നെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനിയൊരു 2-3 പടം വരുന്നുണ്ട്. അതിൽ ഈ ചങ്ങായി ആയിരിക്കും. ആരാന്നുള്ളത് നമുക്ക് ഫസ്റ്റ് പടം കണ്ടവർക്ക് അറിയാം. മൂപ്പരുണ്ട് ഇതിൽ, കണ്ടു നോക്കുക. ആൻഡ് അത് പ്രതീക്ഷയൊന്നും കാണരുത്, അത് സിനിമയുടെ ഒരു ഭാഗം മാത്രമാണ്. ഇനി അവർക്ക് ടുവേർഡ്സ് ദി ആൻഡ് സിനിമ ഇങ്ങനെ ഈ ഫ്രാഞ്ചൈസിനെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുള്ള രീതിയിൽ മാത്രം വയ്ക്കുന്നത്. പക്ഷേ പടം മൊത്തത്തിൽ നല്ല വെടിപ്പായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഫ്രഷ് സോംബി ടേക്കാണെന്ന് പറയാം. നമ്മൾ അധികം സോംബി പടങ്ങളിൽ കാണാത്ത രീതിയിലുള്ള ഒരു സ്റ്റോറി ടെല്ലിങ്. ഇപ്പോൾ ഒരു ഐ ആം ലെജൻഡിലൊക്കെ ഒരു പക്ഷേ ഈ ഒരു തീം നമ്മളിവിടെ കണ്ടിട്ടുണ്ടാകും. പക്ഷേ അതിൻ്റെ തന്നെ വേറൊരു ട്രീറ്റ്മെൻറ്റാണിത്. ആ ട്രീറ്റ്മെൻറ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് പേഴ്സണലി നന്നായിട്ട് വർക്കായി. തിയേറ്ററിൽ ആരും ഇല്ലെങ്കിലും ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഒരു 1.25 മണിക്കൂറുള്ളൂ, അതവർ വെട്ടിപ്പായിട്ട് ചെയ്തു. ഞാൻ സിനിമയിൽ ചില സൗണ്ട് ഡിസൈനൊക്കെ പ്രത്യേകിച്ച് ആ ഒരു ബോൺ ടെമ്പിളിനകത്ത് ആ ഒരു ആൽഫ അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു സാധനമുണ്ട്. അത് ഇതിനു മുമ്പ് പല സ്ഥലത്ത് ഞാൻ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. പക്ഷേ ആ ട്രാക്കൊക്കെ പൊളിയായിരുന്നു. ഈ രീതിക്ക് നല്ല കുറേ സൗണ്ട് ട്രാക്കുകളും വിഷ്വലി സ്റ്റണ്ണിങ് ആയിട്ടുള്ള കുറേ സീക്വൻസുകളൊക്കെ ഉള്ള വളരെ മെല്ലെ എന്ന് പറഞ്ഞാൽ ഇഴഞ്ഞ് ഒച്ചഴയണ പോലെ ഇഴഞ്ഞ് പോകുന്ന വളരെ സ്ലോ പേസ് ആയിട്ടുള്ളൊരു മൂവിയാണ്. ക്ഷമ വേണം ഈ സിനിമ കാണണമെങ്കിൽ. നിങ്ങളൊരു സോംബിയാണെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ലിറ്ററലി ഒരു സോംബി സീൻ പോലും ഉണ്ടാവില്ല ഇതിൽ. അത് പ്രതീക്ഷിച്ചേ കാണരുത്. ഭയങ്കര സ്ലോ പേസ്ഡായിട്ടുള്ള എന്നാൽ നല്ലൊരു പടം കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ആൻഡ് ഇത് കാണുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും 28 ഇയേഴ്സ് ലേറ്റർ കാണണം. അതിന് മുമ്പുള്ള സിനിമകളൊക്കെ കാണണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നും ഇതെന്താണ് ഇത് പറഞ്ഞു പോകുന്നതും എന്താണ് ഇതിൻ്റെ പ്ലോട്ട് എന്താണെന്നൊക്കെ മനസ്സിലാവുള്ളൂ. ഡയറക്റ്റായിട്ട് ഈ സിനിമ ചാടിക്കയറി കാണരുത്. ഓരോരുത്തർ ബാക്ക് ടു ബാക്ക് ആയിട്ട് ഷൂട്ട് ചെയ്ത പടം കൂടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ലിറ്ററലി 2 പടമായിട്ട് നമുക്ക് തോന്നില്ല, എല്ലാം കൂടി വരും. പക്ഷേ ഈ സിനിമയിൽ മിസ്സായത് മറ്റേ നമ്മുടെ ആരോൺ ടൈലർ ജോൺസൺ. ആ ചങ്ങായി മറ്റേ പടത്തിന് മരിച്ചിട്ടൊന്നുമില്ല, അവിടെ ഉണ്ട്. ഒരു ഗ്ലിംസോ അല്ലെങ്കിൽ ഒരു വാക്കോ ഒരു വേർഡ് പോലും മൂപ്പര് മെൻഷൻ ചെയ്യണില്ല. എന്താ സംഭവം എന്ന് അറിയില്ല. അതെന്താ ഇനി വെച്ചിട്ട് ഇനി കട്ട് ചെയ്താണോ ഒന്നും അറിയില്ല. അതൊന്ന് കാണിക്കാമെന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ ആളെ പറ്റി നിന്ന് എവിടെയെങ്കിലും നിന്ന് റെഫറെങ്കിലും ചെയ്യാമെന്ന് തോന്നി. അത് മാത്രമാണ് എനിക്കൊരു ഞാൻ പ്രതീക്ഷിച്ചിട്ട് കിട്ടാതെ പോയൊരു സാധനം എന്ന് പറയാം. എന്താ സംഭവം എന്നറിയില്ല. സോ ആരോൺ ടൈലർ ജോൺസ് മാത്രമേ ഇതിൽ മിസ്സിംഗ് ഉള്ളൂ. ബാക്കി എല്ലാവരും വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കുക. കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.